ഇപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞു പറ്റൂല ചേട്ടാ പ്ലീസ് എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച് അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വെച്ചില്ല, മദ്യവും കഴിച്ചില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവര് ചായ പോലും പച്ച വെള്ളം പോലും ഇവർ തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇവരെ കൂട്ടിക്കൂട്ടി ചായയും ആ താഴത്തെ കടയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത് അതിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാർ കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേന് ഞാൻ കഴിക്കുന്നതല്ല. എനിക്കിത് ആരും ബോധിപ്പിക്കേണ്ടതല്ല. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ അടുത്ത് ഇവൻ പറഞ്ഞ അടുത്ത സീൻ ഈ വിപിലാൽ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാർ എന്റെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലുമില്ല, സീൻ പറഞ്ഞു തരുവാന്ന് ഓർത്തെ. ഇവൻ എന്നിട്ട് ഇവർ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. പ്രൊമോഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. എന്നോട് നമ്പർ വെച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരുടെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത് പ്രൊമോഷന് വേണ്ടി വിളിച്ചു വരുത്തി ഇവനാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞ ചേട്ടാ അല്ലേടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ്സ് ഇപ്പൊ എനിക്ക് ഒട്ടും പറ്റില്ല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കരയോ. അപ്പൊ എന്നോട് രേണുവിന് കംഫർട്ടബിൾ അല്ലേ രേണു പറ. എന്നിട്ട് ഇവൻ ചെന്നേ പറഞ്ഞത് എന്നോടെല്ലാം പറഞ്ഞു തന്നെ. എന്നോട് അങ്ങനെ ഒരു സീൻ പറഞ്ഞു തന്നെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണ് ഞാൻ അഭിനയിക്കും, കംഫർട്ടബിൾ അല്ലാത്ത ഞാൻ അഭിനയിക്കില്ല. ഇയാൾ എന്റെ അടുത്ത് ഒരു സീനും ഇയാൾ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാൾ അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ രേണു സുധിക്ക് ഷൂട്ടിങ്ങിന് പോയെടുത്ത് വെച്ചുണ്ടായ ദുരവസ്ഥ, അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോ. അപ്പൊ ഇതിനകത്ത് ഒരു കുറച്ച് ആരോപണങ്ങൾ അയാൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ബിബിൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടേപ്പുണ്ട്. പോസ്റ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിനകത്ത് ഈ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പം പുള്ളിക്കാരന്റെ ഒരു പോസ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്: സെറ്റിലെത്തിയപ്പോൾ രേണു മദ്യവും സിഗരറ്റും ആവശ്യപ്പെട്ടു, അവർ കാരണം 80,000 രൂപയുടെ നഷ്ടമുണ്ടായി. രേണു സുധിക്കെതിരെ ആൽബം സംവിധായകൻ ബിബിൻ ലാൽ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് രേണു സുധി എനിക്ക് മദ്യവും സിഗരറ്റും വേണം എന്ന് പറയൂ എന്നുള്ളത്. എന്തായാലും ബാക്കി വായിക്കാം നമുക്ക്. പിന്നെ ആൽബം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബിബിൻ ലാലിനെതിരെ കഴിഞ്ഞ ദിവസം രേണു സുധി രംഗത്ത് വന്നായിരുന്നു. ആൽബം ചിത്രീകരണം എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചു വരുത്തിയ ശേഷം മോശം ആംഗിളിൽ നിന്നും വീഡിയോ എടുത്തുവെന്നും അന്ന് മീഡിയക്കാർ സെറ്റിലില്ലായിരുന്നെങ്കിൽ അവർ തന്നെ കൊല്ലുമായിരുന്നു എന്നടക്കം ഗുരുതര ആരോപണങ്ങളാണ് രേണു സംവിധായകനും നിർമ്മാതാവിനുമെതിരെ ഉന്നയിച്ചത്. ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേണുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആൽബം സംവിധായകൻ ബിബിൻ ലാൽ. തന്റെ പുതിയ ആൽബത്തിൽ അഭിനയിക്കാൻ വേണ്ടി 17,000 രൂപയാണ് രേണു ചോദിച്ചതെന്നും അവർ കാരണം തനിക്ക് 80,000 രൂപയോളം നഷ്ടമുണ്ടായെന്നും ബിബിൻ ലാൽ പറയുന്നു. സെറ്റിലെത്തിയ ശേഷം തന്നോട് രേണു മദ്യവും സിഗരറ്റും എത്തിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. മീഡിയക്കാർക്കൊപ്പം പുറത്തു പോയി വന്ന ശേഷം സെറ്റിൽ രേണു ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് താൻ പാക്കപ്പ് പറഞ്ഞതെന്നും ബിബിൻ ലാൽ കൂട്ടിച്ചേർത്തു. ദാസേട്ടൻ കോഴിക്കോട് വഴിയാണ് രേണുവുമായി ബന്ധപ്പെട്ടത്. രേണുവിന്റെ പേര് നിർദ്ദേശിച്ചതും ദാസേട്ടൻ ആണ് എന്നാണ് ബിബിൻ ലാൽ പറയുന്നത്. അപ്പൊ പുള്ളിയുടെ പോസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന കുറച്ച് ഇത് മാത്രമല്ല കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രശസ്തമായ ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ രേണുവിന് പറയാനുള്ള കുറച്ച് വാക്കുകളുണ്ട്. അത് ഇനി നമുക്ക് കേൾക്കാം. ആരും സ്കിപ്പ് അടിക്കല്ല, അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിൽ ഉണ്ടാകും. എന്തൊക്കെ ശാരീരികമായ ഉപദ്രവങ്ങളോ നടന്നിട്ടുണ്ടോ രേണുവിനെതിരെ? അത് നടന്നേനെ. ഇവര് കൂട്ടം കൂടിയിട്ട്, അതായത് കുറെ എന്റെ സുഹൃത്തുക്കളായാലും മീഡിയക്കാർ പുറത്തായിരുന്നവരല്ല. ഈ ഷഫീന ബീവി എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായോ? ഷഫീന ബീവി ഓരോരുത്തടത്തും കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് എനിക്കെതിരെ. ഇവര് പലയിടത്തും കൊട്ടേഷൻ. ഈ ബിബിൻ ലാലും അവനും മാറി അവന്റെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റും അതുപോലെ ഇവന്റെ വൈഫും അതുപോലെ വേറൊരു ക്യാമറമാനും മാറി തിരിഞ്ഞു എന്നെ കൺവിൻസിങ് ചെയ്തോണ്ടിരിക്കും. കഥ കടച്ച് കുത്തിയിട്ടിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പേടിച്ചു പോയി. പക്ഷെ എനിക്കൊരു ഉള്ളിലൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ചാടിപ്പോന്ന് ഇത്രയും ബഹളം വെച്ചത്. അതുകൊണ്ട് ഇവർ നിന്ന് പറയാണ് ആ ഡ്രസ്സ് എടുത്ത് ആ ഡ്രസ്സിൽ നീ ചെയ്യാവുള്ളൂ, ശരീരഭാഗം മുഴുവൻ കാണിക്കുന്ന ഡ്രസ്സ്. എനിക്ക് എന്തായാലും തെളിവ് വേണമല്ലോ. ഞാൻ കഥ കുറ്റിയിട്ടിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാരണം എനിക്കത് ആ ഡ്രസ്സിനെ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ പരിപാടി. എനിക്കറിയാം എവിടെയോ എന്തോ ഒരു ചതി മണത്തുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത്. അത് ഇട്ടോണ്ട് ഞാൻ ആൽബം ചെയ്യത്തില്ല. ഇനി അത് സിനിമയാണെങ്കിൽ പോലും എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ചെയ്യത്തില്ലെന്ന് തന്നെ പറയും. ഇവൻ ഇത്രയും വൃത്തികെട്ടവൻ, ഈ തെർത്താത്ത ഇവർക്ക് എന്തിന്റെ സോക്കേടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരിങ്ങനെ എന്നെ നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് കാരണം ഞാൻ മിക്കവാറും എനിക്കറിയില്ല എന്താ ചെയ്യുന്നത്. ഇവര് എന്റെ കഞ്ഞുകൂടി വരെ മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. ഇവരെ എന്നെ അവിടെ വെച്ച് ഞാൻ പറയട്ടെ, ഇവരിപ്പോ ഈ പറഞ്ഞ 8 മീഡിയക്കാർ ഇയാൾ ഈ വിപിൻ എന്ന് പറഞ്ഞ് തെണ്ടി വിളിച്ചിട്ടാണ് അവർ വന്നത്. ഇവര് വന്നില്ലാന്ന് ഇവരെന്നെ അവിടെ കൊന്ന് കുളിച്ചു മൂടിയാനെന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, പേടിയുണ്ട്. സത്യം ഇവരെല്ലാം എന്നെ എന്തെങ്കിലും ചെയ്തേനെ. ഇവർ പറയുന്ന ഈ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഷബീന ബീവി എന്ന് പറയുന്ന പിന്നെ യൂട്യൂബർ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു
വീഡിയോ ചിത്രീകരണമാണ് അവിടെ നടന്നത്. അതായത് ഈ രേണുസുതിയെ പെടുത്തുവാൻ വേണ്ടിയുള്ള കുറച്ച് വീഡിയോ വിഷ്വൽസ് എടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും അവർക്ക് ഇടാൻ താല്പര്യമില്ലാത്ത നഗ്നത പ്രദർശനം നടത്തുന്ന രീതിയിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് അഭിനയിക്കാൻ പറയുകയും അത് പറ്റത്തില്ല എന്ന് പറയുകയും ഇവർ ചെയ്തു. അങ്ങനെയാണ് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പൊ അവിടെ നടന്ന കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. രേണുവിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇതാണ്. ഇനി ഒരു വീഡിയോ ഉണ്ട്, അടുത്തത് കൂടെ കേൾക്കാം നമുക്ക്. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അതായത് ഈ കള്ളി താത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. എനിക്ക് തന്നെ 5000 രൂപ അഡ്വാൻസ്, 30,000 ഒന്നുമല്ല, ഇവൻ പറഞ്ഞ 5000 രൂപ അഡ്വാൻസ് അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് വെച്ച് വേറൊന്നുമല്ല. എന്റെ രാവിലെ തൊട്ടുള്ള ആ ഒരു വലിയ വേറെ പ്രോജക്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ഞാൻ പോയത്. രാവിലെ എന്റെ കാശിന് 1500 രൂപ മുടക്കി ഞാനാണ് 1500 രൂപ മുടക്കി ഞാനാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് അവിടെ പോയതും തിരിച്ചു വന്നതും. ഞാൻ ഈ മീഡിയക്കാർ കുറച്ച് പേര് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവരുടെ കാറെ കയറി വന്നത്. അല്ലാതെ ഈ വൃത്തികെട്ടവൻ പറഞ്ഞ പോലെ ഞാൻ ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചില്ല. അത് എനിക്കറിയാം, അവിടെയുള്ള സകലമായ ആൾക്കാർക്കും അറിയാം. ഓക്കെ, അപ്പൊ രേണുസുതിയുടെ ഒരു ഭാഗം ഇതാണ്. അവര് മദ്യം അവിടെ വെച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ വീണ്ടും ഉന്നയിക്കുന്നത് ഈ ഷബീന ബീബി ഉൾപ്പെടെ ഉള്ളവരെ അറിഞ്ഞുകൊണ്ട് ഇവരെ മനഃപൂർവ്വം ട്രാപ്പിൽപ്പെടുത്താനുള്ള ഒരു കെണിയായിരുന്നു ആ വീഡിയോ അല്ലെങ്കിൽ ആൽബം ചിത്രീകരണം എന്നാണ് പറയുന്നത്. എനിക്കും തോന്നുന്നില്ല പബ്ലിക്കായിട്ട് ചെന്നിട്ട് ഇപ്പം മദ്യം ചോദിക്കുമെന്നോ അല്ലെങ്കിൽ സിഗരറ്റ് ചോദിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇവർ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട പരിപാടിയാണ് ചെയ്തേക്കുന്നത്. കാര്യം അവർക്ക് കംഫർട്ട് അല്ലാത്ത രീതിയിൽ ഒരു നഗ്നത പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഡ്രസ്സ് ധരിക്കുകയും പിന്നെ ഇച്ചിരി വൾഗറായിട്ടുള്ള രീതിയിൽ അഭിനയിക്കുകയും വേണം എന്നുള്ള രീതിയിലാണ് ഇവരെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ അത് അവർക്ക് സാധ്യമല്ല എന്നുള്ളത് പറഞ്ഞെടുത്താണ് പ്രശ്നം ഉണ്ടായത്. ഇപ്പം ഇവരടിക്കൽ നേരത്തെ വിളിച്ച് ഷൂട്ടിങ്ങിന് വിളിച്ചപ്പോൾ ഇവരോട് പറഞ്ഞ കഥകൾ ഇതൊന്നും അല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അവരോട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവർ ആൽബത്തിന്റെ ആണ്, ഷൂട്ടിംഗ് ആണ് എന്നുള്ള രീതിയിലേ പറഞ്ഞപ്പോൾ ചെന്നതിന് ശേഷമാണ് ഇവര് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവരോട് ആവശ്യപ്പെടുന്നതും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ കാണാം നമുക്ക്. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ് ലിപ് ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്ത എന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നെ ആ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അറിയാം, അവരിറക്കിയ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഡ്രസ്സിൽ ഞാൻ ചെയ്യൂല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ അയാൾ കുറെ നേരം മിണ്ടുന്നപ്പോൾ അവരുടെ നാടകം കഴിഞ്ഞു. അതായത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ തെറുത്താത്ത കള്ളി മറ്റവൾക്ക് കൊടുക്കാനുള്ള വീഡിയോ ആയിരുന്നു ഇത്. ഇവർ ആ മറ്റവള് ഇനിയിപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഈ ആൽബത്തിൽ വിളിക്കുന്ന എനിക്ക് പേടിയുണ്ട്. കാരണം ഇവരുടെ പറവിലുള്ള ചതിക്കുഴിയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. രേണുസുതി ഉന്നയിക്കുന്ന ആരോപണം വീണ്ടും ഇതാണ്. ലിപ് ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചു എന്നും അത് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടോ അത് കേട്ടില്ല, പിന്നെ അത് ചെയ്യണമെന്ന് ഈ വിപിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവര് നിർദ്ദേശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ വിപിന്റെ ഭാര്യ പറഞ്ഞു തനിക്ക് കുഴപ്പമില്ല, പിന്നെ ചെയ്യുന്നതിന് എന്താ കാര്യം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഇങ്ങനത്തെ വീഡിയോകൾ ചിത്രീകരിച്ച ശേഷം അത് ഓൺ സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആയിരുന്നു എന്നുള്ള രീതിയിലാണ് രേണു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പം എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഭാഗം കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കാം. ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്, നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാൾ തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുത്ത് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ തൊട്ട് ഇയാൾ മാറ്റി മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ അടുത്ത് എടുക്കാൻ പോകുന്നത്, ഇയാൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഇതാണ് ഇടേണ്ടത്. ഇയാളുടെ വൈഫ് വന്നിട്ട് ഓരോന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ വീഡിയോ പിടിക്കുന്നത്, ഞാൻ വെറുതെ എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം ഇവരെല്ലാം ഒത്തോണ്ട് ഷെഫീന ബീവി എന്ന് പറയുന്നത്, അതായത് ഈ തെറുത്താത്തയ്ക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ നിഷ്കളങ്കര, നമ്മളാരെ ചതിക്കുന്നില്ല, നമ്മൾ ഒരു ചതിയും ചെയ്യാത്ത ആൾക്കാരാണ്. ഈ സ്ത്രീ പുരുഷന് എന്റെ അടുത്ത് പറഞ്ഞു ഈ ഡ്രസ്സ്, ഈ കുഞ്ഞു ഡ്രസ്സ്, ഞാൻ ഡ്രസ്സ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞ നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്താ രേണു? അപ്പൊ ക്യാമറാമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കതില്ല, പുറകെ നിന്നുള്ള ആംഗിളാണ് വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിലാൽ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാണ്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാ ഞാൻ അപ്പം ദാസേട്ടനും പ്രതീക്ഷയും ഒക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റൂല, ഒരു ആൽബമാണ് സിനിമയാണ്, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. ഓക്കെ, ഇവർ ഈ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നോർമലി ഉള്ള ഒരു ആൽബം സംവിധാനമാണോ നടന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇത്തരത്തിലൊക്കെ ഉള്ള ഈ പറയുന്ന വൾഗറായിട്ടുള്ള രീതിയിൽ അഭിനയിക്കണം, പിന്നെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഡ്രസ്സ് ധരിക്കണം, പിന്നെ ഈ പറയുന്നത് പോലെ കാല് വട്ടം ചുറ്റി കെട്ടിപ്പിടിക്കണം എന്നൊക്കെയുള്ള പറയുമ്പോൾ അതിന്റെ ടോണ് മാറുകയാണ്. അത് ഏത് തരത്തിലുള്ള ആൽബമാണ് അവർ ചിത്രീകരിച്ചത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഇതെങ്ങാണ് അവർ അഭിനയിച്ചായിരുന്നെങ്കിൽ
ഇത് സത്യമായിട്ടും ഇത് ലീക്കാവും, ഉറപ്പാണ്. ഇവർക്കത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു സംഭവത്തെ അവര് എസ്കേപ്പ് ആയി. ഇനിയിപ്പം നമുക്ക് ഇതിന്റെ സത്യാവസ്ഥകൾ അറിഞ്ഞുകൂടാ. ഇത് ഈ രേണു പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ രേണുവിന്റെ ഭാഗത്താണ് ഈ ഒരു കാര്യത്തിൽ സത്യാവസ്ഥ ഉള്ളത്, അല്ലെങ്കിൽ നേരുള്ളത് നിഷ്പക്ഷമായി നിൽക്കുമ്പോൾ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും ഏത് തൊഴിൽ ചെയ്താലും അവിടെ സുരക്ഷിതമായി തൊഴിൽ ചെയ്യാനുള്ള മൗലിക അവകാശം ഉണ്ട്. അപ്പം അത് ഹനിക്കപ്പെടാൻ നമുക്ക് എന്തായാലും അംഗീകരിക്കുന്നില്ല, നമ്മൾ അതിനോട് യോജിക്കുന്നതുമില്ല. എന്തായാലും അവർ കുറ്റക്കാരാണെങ്കിൽ രേണു കേസുമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ കൊണ്ടുവന്നതാണ്. അവസരം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക്